യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദിവസം നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച വിഷയത്തിൽ ദൈവപ്രവൃത്തി സംഭവിക്കാൻ ഓരോ ദിവസവും കേൾക്കുന്ന വചനം കാരണമാകുന്നു. ക്രിസ്മസിനായി ഏറ്റവും അടുത്ത ഒരുക്കമാണ്. നാളെ ക്രിസ്മസാണ്. തലേ ദിവസം ഇത്തിരി തിരക്കുള്ള സമയമാണ്. പള്ളിയിൽ പോകുന്നു, പുൽക്കൂടുണ്ടാക്കുന്നു, പല കാര്യങ്ങളുമായി തിരക്കുള്ളൊരു സമയമാണ്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിങ്ങുന്ന വേദനയോടെ പ്രാർത്ഥിക്കുന്നതും കാണുമല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വിഷയം അതിൽ ദൈവപ്രവൃത്തിക്ക് കാരണമാകും. ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ സന്തോഷമുള്ള, സമാധാനമുള്ള നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ പ്രാർത്ഥിക്കാം. കാരണം ജീവിതത്തിൽ ഒരുപാട് സന്തോഷമില്ലാത്ത ക്രിസ്മസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സമാധാനമില്ലാത്ത, വഴക്കുള്ള, പ്രശ്നമുള്ള, പ്രയാസമുള്ള, പിണങ്ങുന്ന നല്ല ദിവസമാണ്, പക്ഷേ ഒരു സന്തോഷമില്ല. നല്ല ദിവസമാണ്, ആരും മിണ്ടിയല്ല. നല്ല ദിവസമാണ്, എന്തിൻ്റെയോ പേരിൽ വഴക്ക്. എന്നിട്ട് അസ്വസ്ഥമായി പോകും. എന്നിട്ട് എല്ലാവരും മിണ്ടാതെ ഓരോ മുറിയിൽ കൂടെ ഓരോ മൂലയ്ക്കിരിക്കും. ഈ വർഷം ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ച് കേൾക്കുന്ന നിങ്ങളോട് പറയാം, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടവരണം. സന്തോഷമുള്ള, സമാധാനമുള്ള, ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും സന്തോഷത്തോടെ അത് ഭക്ഷിക്കുന്ന, പരസ്പരം ഫോണുകൾ വിളിക്കുന്ന, പരസ്പരം യാത്ര ചെയ്യുന്ന, കുടുംബക്കാരുടെ, ബന്ധുക്കളുടെ, പ്രിയപ്പെട്ട അയൽവാസി എല്ലാവരും ഇവിടെ സ്നേഹത്തിലാകുന്ന ആ ദിവസം കഴിയുമ്പോൾ പറയാൻ പറ്റണം, ശരിക്കും ഈ വർഷത്തെ ക്രിസ്മസ് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയാൻ ഇടവരണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. ഏലീശ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഏലീശ ആ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് കൊച്ചു മരിച്ച് കട്ടിലേക്ക് കിടക്കുന്നതാണ് കണ്ടത്. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. പ്രാർത്ഥിക്കുവാണ്, ഒരു വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കുവാണ്. ഏലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു. പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച വിഷയമുണ്ടല്ലോ, സാധ്യതയ്ക്ക് 1 ഇഞ്ച് സാധ്യതയില്ലാത്ത വിഷയമാണ്. കൊച്ച് മരിച്ച് കട്ടിലേക്ക് കിടക്കുമ്പോഴാണ് ആ വിഷയത്തെ വെച്ച് പ്രാർത്ഥിച്ചത്. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ മനസ്സിൽ തോന്നുന്നത്? ഇത് നടക്കുമെന്നൊന്നും തോന്നുന്നില്ല, ഇതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇത് ജയിക്കും, ഇത് കിട്ടും, മുന്നോട്ട് പോകാൻ പറ്റും, ഈ വീട് പണി പൂർത്തിയാകും, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഈ വിവാഹം നടക്കും, കുഞ്ഞുങ്ങൾ ജനിക്കും, ഈ കുഞ്ഞിന് മാറ്റം ഉണ്ടാവും, എനിക്ക് പ്രതീക്ഷിക്കൊന്നും സാധ്യതയില്ല. എന്നാലും പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല, പ്രതീക്ഷയ്ക്ക് സാധ്യത 1 ഇഞ്ച്, 1 മിനിറ്റ്, 1 സെക്കൻഡ് സാധ്യതയില്ലാത്ത വിഷയത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു, ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അകറ്റി നിർത്താതെ, മാറ്റി നിർത്താതെ, വിട്ടു നിർത്താതെ ചേർത്ത് നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു. എന്നിട്ടോ അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി. 35. ഏലീശ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1 പ്രാവശ്യം നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിന് ശേഷം കണ്ണു തുറന്നു. ഏലീശ ഗഹസിയോട് ശൂനേംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. അവൾ വന്നു. ഏലീശ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ അവൻ്റെ പാദത്തെങ്കിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? പ്രതീക്ഷയ്ക്ക് എന്ത് കാര്യമാണ് പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച വിഷയം ഏതാ നോക്ക്. മരിച്ചു കിടക്കുന്ന കുഞ്ഞാ. പെട്ടി മേടിച്ചോ, കർമ്മങ്ങൾ നടത്താം, ശവസംസ്കാരം നടത്താം, സമയം തീരുമാനിക്ക്. ഇതൊക്കെയല്ലേ നമ്മുടെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ. എന്നാൽ പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച വിഷയത്തിന് ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും അതിനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചൂട് പിടിക്കാൻ തുടങ്ങിയെന്ന്, മാറ്റമുണ്ടാകാൻ തുടങ്ങിയെന്ന്, തുമ്മിയ ശേഷം എഴുന്നേറ്റുവെന്ന്, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചുവെന്ന്,
ഒരു നിയോഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിൽ ദൈവാനുഗ്രഹം ചൂടുപിടിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ജീവൻ ചൂടുപിടിക്കാൻ തുടങ്ങും. മാറ്റത്തിൻ്റെ അടയാളങ്ങൾ അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. എത്ര തിരക്കായിക്കൊള്ളട്ടെ, എത്ര പ്രതിസന്ധിയിലായിക്കൊള്ളട്ടെ, എത്ര യാത്രയിലായിക്കൊള്ളട്ടെ, എത്ര സങ്കടത്തിലായിക്കൊള്ളട്ടെ, ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തരുത്. ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല്. മാറ്റി നിർത്താൻ എളുപ്പമാ, അകറ്റി നിർത്താൻ എളുപ്പമാ, ചേർത്ത് പിടിക്കാൻ ബുദ്ധിമുട്ട്. ദൈവത്തിൻ്റെ കരം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്ന നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഇല്ലെങ്കിലും, കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, വിശ്വാസത്തിൻ്റെ കരങ്ങൾ കൊണ്ട്, പ്രാർത്ഥനയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുമെന്ന്, അനുഗ്രഹമുള്ള ഒരു കാര്യം അതിൽ അടയാളപ്പെടുത്താൻ ഇടയാകുമെന്ന്. അനുഗ്രഹമുള്ളൊരു കാര്യം അടയാളപ്പെടുത്തും കേട്ടോ. എന്തു പ്രശ്നമാകട്ടെ, 1% താഴെ സാധ്യതയില്ലാതായിക്കൊള്ളട്ടെ, പക്ഷെ അതിന്മേൽ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവപ്രവൃത്തി ചൂടുപിടിക്കാൻ തുടങ്ങും. ദൈവാനുഗ്രഹത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കാൻ തുടങ്ങും. കർത്താവേ, ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ദൈവം സഹായിക്കും. കേവലം ഒരു ഭംഗി വാക്കു പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യാഥാർത്ഥ്യത്തിലാകണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ പ്രാർത്ഥന കേൾക്ക്, സാരമില്ല, പൊക്കോ, കുഴപ്പമില്ല, പൊക്കോ, അങ്ങനെ പറയുവല്ല. ദൈവപ്രവൃത്തി യാഥാർത്ഥ്യത്തിലാകണം, ദൈവാനുഗ്രഹം യാഥാർത്ഥ്യത്തിലാകണം, സൗഖ്യം യാഥാർത്ഥ്യത്തിലാകണം, പ്രശ്നത്തിനുള്ള പരിഹാരം യാഥാർത്ഥ്യത്തിലാകണം. അത് ഞങ്ങളുടെ അനുഭവമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നാളെ ക്രിസ്മസ് ആണ്. നാളെ 5:30 വചനമുണ്ട്. ഒരു നിമിഷം സാധ്യമെങ്കിൽ, തിരക്കാണെങ്കിൽ അറിയാം, പള്ളിയിൽ പോകണം, പല തിരക്കുകളുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, ബന്ധുക്കൾ വരും, പ്രിയപ്പെട്ട വീട്ടിൽ പോകണം, ഔട്ടിങ് പോകണം. എന്നാലും 1 സെക്കൻഡ് വചനം കേൾക്കാൻ ഓർക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വചനം കേട്ട് പ്രാർത്ഥിക്കാം. വചനം മാംസം ധരിച്ച ദിവസമാണ് ഡിസംബർ 25. അന്നാണ് ഏറ്റവും കൂടുതൽ വചനം കേൾക്കേണ്ടത്. അന്ന് വചനം നമുക്കൊന്ന് ഒരു നിയോഗത്തോടെ കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നല്ലൊരു ദിവസവും മിനിറ്റുകളും മണിക്കൂറും ഒക്കെ ആകട്ടെ. ഇത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാ വരങ്ങളും അനുഗ്രഹവും ദൈവം തരട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഉള്ളംകൈയിൽ എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുള്ള, സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിൽ ഐക്യമുണ്ടാകട്ടെ. വേണ്ടാത്ത വിഷമങ്ങളും പിണക്കങ്ങളൊക്കെ മാറിപ്പോകട്ടെ. സ്നേഹത്തിലാകട്ടെ. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ. സന്തോഷമുള്ള ദിവസമാകട്ടെ. നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും ദീർഘായുസ്സും ദൈവം തരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് നമുക്ക് കാണാം. നല്ലൊരു ക്രിസ്മസിനായി ഒരുങ്ങാം. ദൈവം സഹായിക്കട്ടെ.